ബബൂസ് വ്ലോഗ്സ്. പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ച് അവിയടം പാടശേഖരം കതിരണിയുകയായി. ഒപ്പം വാനോളം പ്രതീക്ഷകളും. ഞാൻ സൗവർണിക തീർത്ഥ. കണ്ണൂരിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടത്തിൽ അതിന്റെ താഴെയുള്ള ആ കറുത്ത ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം പഞ്ചായത്തിന്റെ നെല്ലറയായിരുന്നു അവിയടം പാടശേഖരം. ഒരു കാലത്ത് ഇവിടുത്തെ ജനങ്ങൾ നെൽകൃഷിയിലും അനുബന്ധ ജോലികളിലും ഏർപ്പെട്ടവരായിരുന്നു. അന്ന് ഓരോ വീടുകളും പുലർന്നിരുന്നത് ഈ കൃഷിയിടങ്ങളിൽ നിന്നുള്ള വരുമാനം കൊണ്ടായിരുന്നു. കാലാവസ്ഥാ മാറ്റത്തിൽപ്പെട്ട് വരൾച്ചയും വെള്ളപ്പൊക്കവും മാറി മാറി വന്നപ്പോൾ പാരമ്പര്യമായി കൃഷി ചെയ്തവർക്ക് പോലും അടിതെറ്റിപ്പോയി. പലപ്പോഴും കാലവർഷക്കെടുതിയിലും വ്യാപകമായ കീടങ്ങളുടെ ആക്രമണങ്ങളിലും പെട്ട് പലരും കൃഷിപ്പണി മതിയാക്കി. പുതിയ തലമുറ കൃഷിയിലും കൃഷിപ്പണിയിലും താല്പര്യം കാണിക്കാത്തത് തൊഴിലാളി ക്ഷാമത്തിനും ഇടയാക്കി. കൃഷിഭൂമി തരിശിടുന്ന അവസ്ഥയിലെത്തിയപ്പോൾ നാട്ടുകാരുടെ സ്വന്തം ബാങ്കായ ചെറുതാഴം സഹകരണ ബാങ്ക് കർഷകരുടെ തുണയായെത്തി. സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറത്ത് നമ്മുടെ കാർഷിക സംസ്കാരം തിരിച്ചുപിടിക്കാനുള്ള ഈ ഉദ്യമത്തിലേക്ക് കൃഷിക്കാരും തൊഴിലാളികളും സ്ഥലം MLA ശ്രീ TV രാജേഷും കൃഷിവകുപ്പും ഒത്തൊരുമിച്ചപ്പോൾ തരിശായി കിടന്ന 250 ഏക്കറോളം കൃഷിഭൂമിയിൽ വീണ്ടും നെൽച്ചെടികൾ കതിരണിഞ്ഞു. നാറ്റടികൾ തയ്യാറാക്കി അല്പ ദിവസം കഴിഞ്ഞപ്പോൾ നനച്ചിരിക്കാതെ കടന്നു വന്ന പേമാരി പാടത്തെ ഏറെ നാൾ വെള്ളത്തിനടിയിലാക്കി. എങ്കിലും കർഷകരുടെ ഇച്ഛാശക്തിയിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ഈ വയലേലകൾ പൊൻകതിരണിഞ്ഞിരിക്കുകയാണ്. കതിരണിഞ്ഞു നിൽക്കുന്ന ഈ നെൽപ്പാടം കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ഒപ്പം ഇത് വിളയിച്ചെടുത്ത കർഷകർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മൺമറഞ്ഞു പോകുന്ന നമ്മുടെ കാർഷിക സംസ്കൃതിയെ തിരിച്ചുപിടിക്കാനുള്ള ഈ വലിയ ശ്രമങ്ങൾക്ക് പിന്നിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന നിരവധി പേരുണ്ട്. സ്വന്തം ജോലിയും സമയവും മാറ്റിവെച്ച് ലാഭേച്ഛ കൂടാതെ ഈ ചേരിയിലിറങ്ങി പണിയെടുത്തവർക്ക് ഏറെ അഭിമാനിക്കാനുള്ള വക ഈ കൃഷിഭൂമി നൽകിക്കഴിഞ്ഞു. പൂർണ്ണമായും ജൈവ കൃഷിരീതിയിൽ കൃഷിയിറക്കിയ ഈ പാടത്ത് നൂറുമേനി വിളഞ്ഞിരിക്കുന്നത് വരും വർഷങ്ങളിലും പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സംഘാടകർക്ക് പ്രേരണയാകും. കൊയ്ത്ത് ഒരു ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ എത്തുമ്പോൾ ഒരു വിഭാഗം തൊഴിലാളികൾ കൊയ്ത് ചാക്കിലാക്കിയ നെല്ല് ഉണക്കാനായി വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടു. നാട്ടുകാരായ കർഷക തൊഴിലാളികളോടൊപ്പം അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടി ഒത്തുചേരുമ്പോൾ അവരുടെ അധ്വാനം പാഴാവുന്നില്ല. ഈ വയൽ മുഴുവൻ കതിരണിഞ്ഞു നിൽക്കുമ്പോൾ മനസ്സിനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ഇവിടെ കൃഷിപ്പണി മുഴുവൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു പടുകൂറ്റൻ കൊയ്ത്ത് യന്ത്രം നെല്ല് കൊയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൊയ്ത്തുപാട്ടിന്റെ ഈരടികളില്ലെങ്കിലും ഭക്ഷ്യസുരക്ഷയിലേക്കുള്ള കേരളത്തിന്റെ ചവിട്ടുപടിയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ. ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നമ്മുടെ ഹരിത കേരളം പദ്ധതി ഇവിടെ പാഴ്വാക്കുകളാവുന്നില്ല. വരാനിരിക്കുന്ന ക്ഷാമകാലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന ഹരിത കേരളം പദ്ധതി ഈ ഗ്രാമം ഏറ്റെടുത്തു കഴിഞ്ഞു. നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറത്ത് ഇത്തരത്തിൽ സാമൂഹിക പ്രതിബദ്ധത കൂടി കാട്ടുമ്പോൾ തീർച്ച കേരളം എല്ലാത്തിലും ഒന്നാം സ്ഥാനത്തു തന്നെയാണ്.
ഈ ഒരു മാതൃക കേരളം മുഴുവൻ ഏറ്റുവാങ്ങിയാൽ ഭക്ഷ്യരംഗത്ത് നമുക്ക് വലിയൊരു മുന്നേറ്റം സൃഷ്ടിക്കാനാവും. നമുക്ക് ഒത്തുചേരാം, സർക്കാർ ഒപ്പമുണ്ട്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിട.